എന്തായാലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ എമ്പുരാൻ എന്ന സിനിമ വിവാദമായതോടുകൂടി ഒരുപാട് വസ്തുതകൾ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി. ഇതുവരെ ഗുജറാത്ത് കലാപം മാത്രം ചർച്ച ചെയ്തിരുന്ന ആളുകൾ ഇന്ന് ഗോദ്രയെ കുറിച്ച് അറിയുന്നു. ഗോദ്രയെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നു. അവർക്കറിയുന്ന പല വസ്തുതകളും അവർക്ക് നമ്മളുമായി പങ്കുവെക്കാനുണ്ട്. അതുകൊണ്ട് മീഡിയയിൽ അവരൊരു സ്പേസ് ചോദിക്കുന്നു, അവർക്കറിയുന്ന വസ്തുതകൾ തുറന്നൊന്ന് ചോദിക്കാൻ. ഇന്ന് ഒരു നല്ല ആർട്ടിക്കിൾ കണ്ടു. ഗോദ്രയുമായി ബന്ധപ്പെട്ട കുറ്റവാളികൾ ആരാണ് എന്ന രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ അപഗ്രഥിച്ചു തരുന്ന രൂപത്തിൽ ഒരു ആർട്ടിക്കിൾ. അതിന്റെ തുടക്കം തന്നെ ഇവരാണ് ഗോദ്ര കുറ്റവാളികൾ എന്നായിരുന്നു തുടക്കം. അതാണ് ടൈറ്റിൽ. ഗോദ്രയിൽ എന്താണ് സംഭവിച്ചത്? 59 കർസേവകർ ആകാശത്ത് നിന്ന് വീണ തീയിലാണോ തീ പിടിച്ച് വെന്തു മരിച്ചത്? അതൊക്കെ ഇനിയെങ്കിലും ഒന്ന് അറിയണം. ഇതൊക്കെ നല്ലതാ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ് എന്ന് ചിന്തിച്ചാൽ മതി. പലതും പുറത്തു കൊണ്ടുവരാൻ, പലരെ കുറിച്ചും മനസ്സിലാക്കാൻ, എല്ലാം നല്ലതിനാ. ഇപ്പോ എമ്പുരാൻ എന്ന സിനിമ വിവാദമായപ്പോൾ BBC-യുടെ പഴകിപ്പോയ തോറ്റുപോയ ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നല്ലോ ഗുജറാത്ത് കലാപത്തിന്റെ. അത് എമ്പുരാനിൽ കൂടി കടത്തിക്കൂട്ടാനാണ് BBC ശ്രമിച്ചത് എന്ന യാഥാർത്ഥ്യം ഇന്ന് പുറം ലോകം അറിഞ്ഞില്ലേ? രാജ്യത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആരാണ് എന്ന് പുറം ലോകം അറിഞ്ഞില്ലേ? കപ്പലിനകത്തുള്ള വെള്ളം എങ്ങനെയാണ് കപ്പലിനെ മുക്കുന്നത് എന്ന് നാടറിഞ്ഞില്ലേ? ഗുജറാത്തുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ഇസ്ലാമിനു വേണ്ടി മാത്രമാണ് ഭൂരിപക്ഷം മാധ്യമങ്ങളും അക്കാലത്തും വാദിച്ചത്, ഇക്കാലത്തും വാദിച്ചു കൊണ്ടിരിക്കുന്നത്. ബിൽക്കീസ് ബാനുവിന് കിട്ടിയ മാധ്യമ ശ്രദ്ധയുടെ ഒരിഞ്ച് പോലും കലാപത്തിന് കാരണമായ ഗോദ്ര സംഭവത്തിന് കിട്ടിയിട്ടില്ല എന്നതാണ് ശരി. കാരണം ഇവിടെ ഇരകളാക്കപ്പെടുന്നത് ആരാണ്, വേട്ടക്കാർ ആരാണ് എന്ന യാഥാർത്ഥ്യം പലപ്പോഴും പലരും ചിന്തിക്കാതെ പോകുന്നതാണോ, അതോ സ്വയം തമസ്കരിക്കുന്നതാണോ, തിരസ്കരിക്കുന്നതാണോ? ഇപ്പോ ലോകമാകമാനമുള്ള ആളുകൾ ചർച്ച ചെയ്യുന്നു എന്താണ് ഗോദ്ര, ആരാണ് ബിൽക്കീസ് ബാനു. ആഗോള ഇസ്ലാമിക അജണ്ടയുടെ ഭാഗമായ വാരിയംകുന്നനും കിട്ടിയ ശ്രദ്ധ പോലും ഗോദ്ര കലാപത്തിന് കിട്ടിയിട്ടില്ല, ഗോദ്ര തീവണ്ടി തീവപ്പിന് കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം. 2018 മാർച്ച് 12 2002 ഗോദ്ര കേസിൽ ആദ്യത്തെ വിധി വരുന്നത്. 31 സമാധാന മതക്കാരെ ശിക്ഷിക്കുന്നു. മുഖ്യപ്രതി മൗലവി ഉമർജി, ഗോദ്ര മുനിസിപ്പൽ അധ്യക്ഷൻ മുഹമ്മദ് അബ്ദുൾ റഹീം കലോട്ട, നന്നു മിയാൻ ചൗധരി, മുഹമ്മദ് അൻസാരി ഉൾപ്പെടെ 63 പേരെ വിട്ടയക്കുന്നു. മുഖ്യപ്രതികൾ ഹാജി ബിലാൽ, റസാഖ് കുർക്കുർ ഇവർ ശിക്ഷിക്കപ്പെടുന്നു. പ്രത്യേക കോടതി ജഡ്ജി PR പട്ടേലാണ് സബർമതി ജയിലിനകത്തെ കോടതി മുറിയിൽ ശിക്ഷ വിധിക്കുന്നത്. അമൻ ഗസ്റ്റ് ഹൗസ് ഉടമയായിരുന്നു കുർക്കുർ. ഗോദ്രയിൽ സബർമതി എക്സ്പ്രസിന്റെ S6 കോച്ച് തീവച്ച് 59 ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്ത 31 സമാധാന മതക്കാരുടെ പേര് കേരളത്തിൽ ഏതെങ്കിലും മാധ്യമം ഏതെങ്കിലും കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ചാനൽ ഇതൊന്ന് തുറന്നു പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടോ? 100% സാധ്യതയില്ല. ആ 31 പേർ ആരാണെന്നറിയാമോ? ഹാജി ബിലാൽ, റസാഖ് കുർക്കുർ, ഷൗക്കത്ത് പിതാടി, സലീം സർദാർ, ജാബിർ ബിന്യാമിൻ ബെഹ്റ, അബ്ദുൾ റഊഫ്, യൂനസ് ഗാന്ധിയൽ, ബിലാൽ ബദം, ഫാറൂഖ് കാസി, ഇർഫാൻ കലന്തർ, അയ്യൂബ് പത്തടിയ, ഷൊഐബ് ബദം, സൽമാൻ പീർ, സംബൂര കൺകട്ട, ബിലാൽ തിദോ, ബിരിയാണി, സാദിഖ് ബദം, മുഹമ്മദ് പോപ്പ, റംസാനി ബോഹ്റ,
ഹസൻ ചർക്ക, മുഹമ്മദ് ചന്ദ്, മുഹമ്മദ് ഹനീഫ് ബന, മുഹമ്മദ് ഹസൻ, ഷൗക്കത്ത് ബിബിനോ, ഷുഐബ് കലന്തർ പിതാഡിയ, സിദ്ദീഖ് മോറ, അബ്ദുൽ സത്താർ, അബ്ദുൽ റഊഫ് കമാലി, ഇസ്മായിൽ ഷവ്വാലി, സിറാജ് വാദ. ഇവരില്ലാതാക്കിയ ഹിന്ദുക്കളുടെ പേരും ഒരു പത്രങ്ങളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ആ 59-ൽ തിരിച്ചറിഞ്ഞ 52 നിരപരാധികളായ ഇരകൾ എല്ലാവരെയും തിരിച്ചറിയാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നതാണ് നേര്. നീലിമാബൻ, ജ്യോതിബൻ, പ്രേമാബൻ, ജീവിബൻ, ദേവ്കലാബൻ, ഷീലാബൻ പട്ടേൽ, സവേർബായി, മിറ്റൽബൻ, നിതാബൻ, ഹർഷദ് ബായി, പ്രതീക്ഷാബൻ, നീരൂബൻ, ഛായാബൻ, ചിരാഗ് ബായി, പട്ടേൽ, സുധാബൻ, മാലാബൻ, അരവിന്ദാബൻ, ഉമാകാന്ത്, മഖ്വാന, സദാശിവ്, ജാദവ്, മണിബെൻ ദവെ, ജൽസൽ കുമാർ, സോണി, മൻസുഖ് ഭായി സോണി, രതീബൻ. ഒരു വീട്ടിലെ തന്നെ എത്ര ആളുകളെയാണ് വെന്തു മരിച്ച രൂപത്തിൽ നിരത്തി കിടത്തിയിരിക്കുന്നത് എന്ന് നോക്കണം. തിരിച്ചറിയാനാകാത്ത എത്ര ജഡങ്ങളാണ് അന്ന് കിട്ടിയത്. ജമുന പ്രസാദ് തിവാരി, സതീഷ് വ്യാസ്, ശാന്താബെൻ പട്ടേൽ, ഇന്ദിരാബെൻ പട്ടേൽ, രാജേഷ് ഭായി വഗേല, ഷീലാബെൻ പട്ടേൽ, മഞ്ജുളാബെൻ പട്ടേൽ, ചമ്പാബെൻ പട്ടേൽ, ദിവാളിബെൻ പട്ടേൽ, ലളിതാബെൻ പട്ടേൽ, മംഗൂബെൻ പട്ടേൽ, പ്രഹ്ലാദ് ഭായി പട്ടേൽ, ഭീംജി ഭായി പട്ടേൽ, ലഖു ഭായി പട്ടേൽ, വിത്തൽ ഭായി പട്ടേൽ, ശൈലേഷ് പഞ്ചൽ, അമൃത് ഭായി പട്ടേൽ, നരേന്ദ്ര പട്ടേൽ, രാമൻ ഭായി പട്ടേൽ, പ്രീതിബെൻ പോൾ, ഗോവിന്ദ് ശങ്കർ ബാരി, ഗിരിബെൻ, രാജേഷ് കുമാർ പട്ടേൽ, പ്രതിമാദേവി പോൾ, പ്രിയാഷ, ജാവർ ഭായി, പ്രജാപതി, രോഹിത് റാം ലഖൻ സിംഗ്, പൂജാബെൻ ദേശ്പാണ്ഡെ, യോഗേന്ദ്ര സിംഗ് കാഹർ, സുശീലാദേവി പോൾ. ഈ രക്തസാക്ഷികൾക്ക് പ്രണാമമർപ്പിക്കാൻ പോലും എത്ര പേര് തയ്യാറായി എന്നതിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇത് തുറന്നു പറയുമ്പോൾ ചിലർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പ്രഷർ ഉണ്ടാകുന്നു. ഈ മരിച്ചവരുടെയും കൊന്നവരുടെയും പേരുകൾ കേട്ടാൽ ഇത് എന്തിന്റെ പേരിലുള്ള വർഗീയ കലാപമായിരുന്നു, എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം കൃത്യമായും അറിയാൻ കഴിയും. ഇതൊന്ന് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വർഗീയവാദി എന്ന് വിളിക്കും. മറ്റു മാധ്യമങ്ങളൊന്നും പുറത്ത് പറയാത്തത് കൊണ്ടാണ് നമുക്കത് തുറന്ന് പറയേണ്ടി വരുന്നത്. നന്ദി.